Watch full episodes on Jio Hotstar. ഇതെന്താ ഇത്? രാവിലെ തന്നെ തുടങ്ങിയോ എന്നെ റെഡിയാക്കാനായിട്ട്? പിനാക്കിയുടെ ടീച്ചേഴ്സ് ഉച്ചക്കല്ലേ വരാൻ പറഞ്ഞത് റെക്കോർഡിങ്ങിനായിട്ട്? അതെ, പിനാക്കിയുടെ സ്കൂൾ മാഗസീനിൽ ആദ്യമായിട്ടാണ് പേരൻസിന്റെ ഇന്റർവ്യൂ വരാൻ പോകുന്നത്. അപ്പൊ പിന്നെ നന്നായിട്ട് ഒരുങ്ങണ്ടേ? പിനാക്കി, നിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയല്ലേ? അങ്കിളിന്റെ ഇന്റർവ്യൂ നന്നായി എടുത്തില്ലെങ്കിൽ അങ്കിള് നിന്നെ കോഡ് മാർഷൽ ചെയ്യും. മീശ പിടിച്ചിട്ട്. ഐ ആം കംപ്ലീറ്റ്ലി റെഡി ഫ്രണ്ട്സ്. അങ്കിൾ സോറി, റെഡി ആണോ? ഈ ഇന്റർവ്യൂ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല. ഇനി ഇത് മതി ബബ്ലി. എന്നെ ഒരിക്കൽ ഒരു ഭൂതമാക്കി മാറ്റി. ഈ ഇന്റർവ്യൂ റിട്ടൺ ആണ്, വീഡിയോ ഒന്നും അല്ല ഇങ്ങനെ ഒരുങ്ങാനായിട്ട്. എത്തിയോ? പറഞ്ഞ സമയം പോലും ആയിട്ടില്ലല്ലോ. എന്റെ കൈ ഇങ്ങോട്ടുതാ. വേഗം ഈ ഫേസ് പാക്ക് ഒന്ന് വൃത്തിയാക്ക്. നോക്ക്, സ്കൂളിൽ നിന്ന് ആളുകൾ എത്തിക്കഴിഞ്ഞു. ഓ, ഈ തലതിരിഞ്ഞ ഫാമിലിയുടെ ഒരു കാര്യവും ശരിയാവില്ല. ഇതാരാ? നിങ്ങളാരാ? ഞാനാണ് സാൻഡി. ഞാൻ വിൽക്കുന്നത് കാൻഡി. നീല, മഞ്ഞ, ചുവപ്പ്, റോസ്. ചേട്ടാ, ഞങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങളൊന്ന് പോയി തരുമോ? ചപ്പാത്തി വരത്തും പോലെ. അങ്ങനെയൊന്നും പറയല്ലേ ആന്റി. വീട്ടിൽ വന്ന വിരുന്നുകാരനോട് പോകാൻ പറയുന്നു. എന്തായാലും വന്നതല്ലേ, നമുക്കിതൊന്ന് വാങ്ങി നോക്കാന്നേ. ഓ വോ, ഇത് ഇത്ര ടേസ്റ്റി ആയ കാൻഡിയാണ്. ഇതൊന്ന് കഴിച്ചു നോക്ക്, ടേസ്റ്റ് കൊണ്ട് തുള്ളിച്ചാടും. അതെയോ? അങ്ങനെയാണോ? എന്നാ എനിക്കെടുത്താ. സോറി ഹാപ്പി, ഞാനത് മുഴുവൻ കഴിച്ചു പോയല്ലോ. മക്കളെ, ചെക്ക് ചെയ്യാതെ ഇങ്ങനെ ഓരോന്ന് വാങ്ങി കഴിക്കുന്നത് ശരിയല്ല. മാഡം, ഇത് സാൻഡിയുടെ കാൻഡിയാണ്. വേറെ എവിടെ പോയാലും ഇത് കിട്ടില്ല. ഇതെല്ലാം സാമ്പിൾ പീസസ് ആണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വാങ്ങണ്ടെന്നേ. യങ് മാൻ, നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടോ നിന്റെ കാൻഡിയിൽ? എന്നാ ഒന്ന് ടേസ്റ്റ് നോക്കിട്ട് എന്റെ കാര്യം. മീശ വിരിച്ചിട്ട്. എന്നാ ശരി കുട്ടികളെ, ഞാൻ പോകുന്നു. എന്റെ ജോലി കഴിഞ്ഞു. ആ വാ, നമുക്കിനി ഇന്റർവ്യൂവിന് റെഡിയാവാം. വരൂ കപ്പു, നമുക്ക് ടേബിൾ ടെന്നീസ് കളിക്കാം. ഈ ക്യാൻഡി കഴിച്ചു കഴിഞ്ഞപ്പോ നല്ല എനർജി വന്നിട്ടുണ്ട്. എത്ര എനർജി കിട്ടിയാലും ടി.ടി. കപ്പൂനെ നിനക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റത്തില്ല. കഷ്ടം, ഞാനും നിങ്ങളെ പോലൊരു ഭൂതമായിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. എന്നിട്ട് ഫ്ലൈ ചെയ്ത് ചെയ്ത് നിങ്ങളുടെ കൂടെ ഞാൻ ടി.ടി. കളിച്ചേനെ. നിന്റെ തമാശയൊക്കെ കൊള്ളാം ഹാപ്പി, പക്ഷെ എനിക്കിങ്ങനെ ടെമ്പററി ഭൂതമാവണ്ട. ഹാപ്പി, സൂക്ഷിച്ച്. പിനാക്കിക്ക് അപകടമൊന്നും വരുത്തരുത്. പക്ഷേ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ അങ്കിൾ. മോനെ, ഒന്നും പറ്റിയില്ലല്ലോ. ഹാപ്പി, നീ ചെയ്ത് തീരെ ശരിയായില്ല. പിനാക്കിക്ക് പരിക്ക് പറ്റിയില്ലേ? ചപ്പാത്തി വരത്ത പോലെ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിനാക്കിയെ നിന്റെ ഭൂത മാജിക്കിന്റെ ഭാഗമാക്കരുതെന്ന്. എന്നാൽ ഈ കുരുത്തം കെട്ടവൻ അത് അനുസരിക്കില്ല. എന്റെ ഗണ്ണ് തരൂ. ഇന്നിവന്റെ തല വെച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അങ്കിൾ ആന്റി, അതിന് ഹാപ്പി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് വിരലിടിച്ചപ്പോ ഇതെല്ലാം സംഭവിച്ചു. ഓ, എന്റെ മോനിത് എന്താ പറ്റിയേ? ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. എന്റെ കാലുകൾക്ക് ഇതെന്താ പറ്റിയേ? എന്റെ കൈയും. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ എങ്ങനെയാണ് വാനിഷായി പോകുന്നത്? ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അയ്യോ, എന്റെ കൈ. ഇത് കഷ്ടമാണ്. നമ്മുടെ ബൂത്ത് മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇത് സാൻഡിയുടെ ഭൂത മാജിക്കൽ കാൻഡിയുടെ കഴിവാണ്. ശരിക്കും നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഭൂത് നഗർ. ഞാനാണ് ദ വൺ ആൻഡ് ഓൺലി ഭൂത് നഗർ. നഗർ, നിന്നെ ഇപ്പോൾ തന്നെ ഞാൻ കോർട്ട് മാർഷൽ ചെയ്യും. കോർട്ട് മാർഷൽ ചെയ്തോളൂ, പക്ഷേ ആദ്യം സ്വയവും പിന്നെ പിനാക്കിയും ശരിയാക്കിയിട്ട്. ഈ ഭൂതനാഗറിനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പെങ്ങളെ,
കേണൽ സാറേ, അതിനൊരിക്കലും ശ്രമിക്കരുത്. ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നിങ്ങളിപ്പോ കഴിച്ച ക്യാൻഡിയില്ലേ, അത് കാരണം പതുക്കെ പതുക്കെ നിങ്ങളുടെ പവേഴ്സ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും പിന്നെ ഈ പിനാക്കിയുമുണ്ടല്ലോ, പതുക്കെ പതുക്കെ വാനിഷായി പോകും. അങ്ങനെ വാനിഷായി പോയാ പിന്നെ ഭൂതങ്ങൾക്ക് പോലും നിങ്ങളെ കാണാനാവില്ല. അങ്കിൾ അങ്കിൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എനിക്ക് വളരെ ചെറിയൊരു ഡിമാൻഡേ ഉള്ളൂ. എന്റെ ആഗ്രഹം കേണൽ സൂരി ഭൂത അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് റിസൈൻ ചെയ്യണം. എന്നിട്ട് എന്നെ പ്രസിഡന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കാം അങ്കിൾ. അങ്കിള് നോക്കിക്കോ. കേണൽ സൂരി കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കൂ, അധികം സ്മാർട്ട് ആവരുതെന്ന്. നിങ്ങൾ എല്ലാവരും ചേർന്നാലും എന്നെ നേരിടാനാകില്ല. പവർ കുറഞ്ഞു വരികയല്ലേ, ഓർമ്മയുണ്ടല്ലോ? എന്നാ പെട്ടെന്ന് സൈൻ ചെയ്തിട്ട് ഫ്രീ ആവാൻ നോക്കൂ. അങ്ങനെ എന്നെയും ഫ്രീ ആക്കൂ. ഞാനൊന്ന് ഭൂത വേൾഡ് ഭരിക്കട്ടെ. ഞങ്ങളുടെ ബൂത്ത് മാജിക് പവർ പോയാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ നിന്നെ പോലെ കറപ്റ്റ് ആയ ഒരാളെ ഒരിക്കലും ഞങ്ങൾ പ്രസിഡന്റ് ആവാൻ സമ്മതിക്കില്ല. എന്നെ വിട്ടേക്കൂ. കാൻഡിയുടെ എഫക്ട് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഭൂതനഗർ, നീ ചെയ്യുന്നത് നല്ലതിനല്ല. ഞാൻ ഇത്രയെങ്കിലും നല്ല കാര്യം ചെയ്യുന്നില്ലേ? നോക്കൂ, ഞാൻ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കഴിച്ചാലുണ്ടല്ലോ എല്ലാം വീണ്ടും പഴയതുപോലെ ആകും. നിങ്ങൾ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്തിട്ട് ഈ കാൻഡി എടുത്തോളൂ. നമ്മൾ കാരണം പിനാക്കിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. പിനാക്കിക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. പറയൂ, എവിടെയാണ് സൈൻ ചെയ്യേണ്ടത്? വേണ്ട സൂര്യ അങ്കിൾ, ഒരു നിമിഷം നിൽക്കൂ. അങ്കിൾ, നിങ്ങൾ ഞങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരുമോ? ഞങ്ങൾക്കൊന്ന് സംസാരിക്കാനുണ്ട്. എന്റെ മോനെ, എന്ത് പ്ലാനിംഗ് ആണ് ചെയ്യാനുള്ളത് അത് ചെയ്തോളൂ. പക്ഷേ ഈ കാൻഡീസ് പേപ്പർ സൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ദേ ഇതാണ് ഭൂതോമീറ്റർ. ഇതുകൊണ്ട് നോക്കിയാൽ നമ്മുടെ പവർ എത്ര ബാക്കിയുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതെന്താ വെറും 20%? ഇവിടെയും 20% ഉള്ളോ? ഗപ്പുന്റെയും 20% ഉള്ളോ? 20, 20, 20. ഈ മീറ്ററിന്റെ കണക്കനുസരിച്ച് നിങ്ങളുടെ 3 പേരുടെയും പവേഴ്സ് കൂട്ടിയാൽ 60% ആകുന്നുണ്ട്. അതായത് ഇതിന്റെ അർത്ഥം ഹാപ്പിയുടെ പവേഴ്സ് 40% ആയാലേ ടോട്ടൽ പവേഴ്സ് 100% ആവുകയുള്ളൂ. കറക്റ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഭൂതനാഗർ അങ്കിളിനോട് ഏറ്റുമുട്ടാൻ സാധിക്കൂ. 40% പോരെ? അത് എളുപ്പം തന്നെ കിട്ടും. എനിക്ക് എക്സാമിന് എപ്പോഴും 40% അല്ലേ കിട്ടാറുള്ളൂ. ദാ ചെക്ക് ചെയ്യ. എന്നാ എടുത്തോ ബാക്കി 40%. ഹാപ്പിക്കും 20%? ഐഡിയ. ഞാനും ആ മാജിക്കൽ കാൻഡി കഴിച്ചതല്ലേ, അപ്പൊ എന്റെ ഉള്ളിലും കുറച്ച് പവേഴ്സ് ഉണ്ടാവും. ആന്റി, വേഗം എന്റെ പവേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യൂ. ഇപ്പൊ തന്നെ നോക്കാം മോനെ. 20%. ഓ, നീ ഫെയിൽ തന്നെയാ. പിന്നെന്തിനാ ഇത്രമാത്രം സന്തോഷിക്കുന്നത്? സന്തോഷിക്കാൻ കാര്യമുണ്ട് ഹാപ്പി. നോക്ക്, നമ്മൾ 5 പേരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ 20% പവർ ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ടോട്ടൽ പവേഴ്സ് എത്രയായി? 20 into 5 is 100%. നിങ്ങളെല്ലാവരും എന്റെ ബോഡിയിൽ എൻജോയ് ചെയ്താൽ നമ്മുടെ പവേഴ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഭൂതനാഗർ അങ്കിളിനെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. എന്തൊരു ഐഡിയ ആണ്. മീശ പിരിച്ചിട്ട് ഞാൻ എപ്പോഴും പറയാറില്ലേ, എന്റെ മോൻ പിനാക്കി ഈ ലോകത്തെ ഏറ്റവും സ്മാർട്ട് ആണെന്ന്. ഭൂതനാഗർ അങ്കിൾ, വിഭൂതീസ് ഇതാ വരുന്നു. ഒരുപാട് സമയമായല്ലോ, എന്താണ് ഇവർ വരാത്തത്? കേണൽ സൂരി, കേണൽ സൂരി, നിങ്ങൾ വിളിച്ചോ? മീശ പിരിച്ചിട്ട്. എനിക്ക് അപ്പോഴേ നിന്റെ സംശയമുണ്ടായിരുന്നു. നീ എന്തെങ്കിലും പണിയൊപ്പിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ചാൽ പോലും എന്നെ ഒന്നും ചെയ്യാനാകില്ല. നമുക്കൊരു ഡീല് വെക്കാം. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആന്റിഡോട്ട് കാൻഡീസ് എടുത്താൽ നിങ്ങൾ ഇനി ഒരിക്കലും കേണൽ സൂര്യയോ ഞങ്ങളുടെ ഫാമിലിയോ ഉപദ്രവിക്കില്ലെന്നുള്ളൊരു ഡീൽ. പക്ഷേ നിനക്കത് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ കേണൽ എന്നേക്കുമായ പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിക്കണം. ഡീൽ. അപ്പോ കാൻഡീസ് വേണ്ടല്ലേ മോനെ?
എന്തു പറ്റി മോനെ? എല്ലാ വിഭൂതിസും ചേർന്നാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായില്ലേ? അയ്യോ ധീരു സാർ വന്നോന്നാ തോന്നുന്നേ. മോനെ, നിനക്ക് ഇപ്പോഴെന്തായാലും മനസ്സിലായിട്ടുണ്ടാകും എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. ഇനി പെട്ടെന്ന് സൈൻ ചെയ്യേ. പിനാക്കി വിട്ടുകളാ മോനെ. നീ ഒരുപാട് ട്രൈ ചെയ്തു. ഇനി എനിക്ക് സൈൻ ചെയ്തേ പറ്റൂ. പേപ്പേഴ്സ് തരൂ. പിനാക്കി, കൺട്രോൾ നിന്റെ കയ്യിലെടുക്കാനുള്ള സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു. പിനാക്കി, ഓ മോനെ പിനാക്കി, വാതിൽ തുറക്കൂ. എത്ര നേരമായി ഞങ്ങൾ നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല ഭൂതനാഗർ അങ്കിൾ. അയ്യോ, എന്റെ പവേഴ്സ് എന്താണ് ഇപ്പോൾ വർക്ക് ചെയ്യാത്തത്? പിനാക്കി, ഓ മോനെ പിനാക്കി. അങ്കിൾ, ഭൂതനാഗർ അങ്കിളിൽ നിന്ന് അങ്കിൾ രക്ഷപ്പെട്ടു. പക്ഷെ എന്റെ ചോദ്യത്തിൽ നിന്ന് അങ്കിളെ രക്ഷപ്പെടാൻ സാധിക്കില്ല. Be ready for the interview. പിനാക്കി, വേഗം വാതിൽ തുറക്കൂ. വെൽക്കം സർ. Watch India's largest kids library only on Jio Hotstar. Download the app now.